നിങ്ങൾ UAE-യിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണോ? എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന തീയതികളിൽ മാറ്റം വരാൻ പോകുന്നു. ശമ്പളം വൈകുന്ന പതിവിന് അന്ത്യം കുറിച്ചുകൊണ്ട് UAE മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം അഥവാ മൊഹ്റ ചരിത്രപരമായ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. സ്വകാര്യ മേഖലയിലെ കോടിക്കണക്കിന് ജീവനക്കാരുടെ ജീവിതത്തെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും നേരിട്ട് ബാധിക്കുന്ന ഈ അടിയന്തര ഉത്തരവ് എന്താണെന്നറിയാമോ? 2026 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ വിപ്ലവകരമായ മാറ്റം കമ്പനികളുടെ ശമ്പള വിതരണ തീയതികളെയും പ്രവാസികളുടെ മാസ ബജറ്റുകളെയും എങ്ങനെ മാറ്റിമറിക്കാൻ പോകുന്നുവെന്ന് ഓരോ പ്രവാസിയും മനസ്സിലാക്കിയിരിക്കണം. UAE-യിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് മൊഹ്റയുടെ പുതിയ പ്രഖ്യാപനം. 2026 ജൂൺ 1 മുതൽ UAE-യിലെ എല്ലാ സ്വകാര്യ കമ്പനികളും ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം വിതരണം ചെയ്യണമെന്ന് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം ഉത്തരവിറക്കി കഴിഞ്ഞു. രാജ്യത്തെ വേതന സംരക്ഷണ സംവിധാനവും തൊഴിൽ നിയമങ്ങളും കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. 2026-ലെ 340-ാം നമ്പർ മന്ത്രിതല പ്രമേയത്തിലൂടെയാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കുന്നത്. കൂടാതെ നിശ്ചിത തീയതി കഴിഞ്ഞും ശമ്പളം നൽകാത്ത കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇത് പരിശോധിക്കാൻ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഒരുക്കും. ഇതുവഴി കടുത്ത പിഴകളും വർക്ക് പെർമിറ്റ് നിരോധനവും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകും. പുതിയ നിയമം അനുസരിച്ച് മുൻ മാസത്തെ ശമ്പളം കൃത്യമായി അക്കൗണ്ടിലേക്ക് കൈമാറിയിരിക്കണം. ഇനി മുതൽ 1-ാം തീയതിക്ക് ശേഷം നടത്തുന്ന എല്ലാ ശമ്പള വിതരണവും വൈകിയ രീതിയിൽ കണക്കാക്കും. കമ്പനികൾ ജീവനക്കാർക്ക് നൽകേണ്ട ആകെ തുകയുടെ 85% കൃത്യസമയത്ത് കൈമാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനി നിയമം പാലിച്ചതായി കണക്കാക്കൂ. ഒരു ജീവനക്കാരന് ശമ്പളത്തിന്റെ 85% കൃത്യമായി ലഭിക്കുകയും ബാക്കി തുക നിയമപരമായ മറ്റ് കിഴിവുകളിലേക്ക് പോയതായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ശമ്പളം ലഭിക്കാത്തവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. ശമ്പളം നൽകാതെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന ശിക്ഷാ നടപടികളാണ് UAE സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശമ്പളം മുടങ്ങുന്നതിന്റെ 2-ാം ദിവസം മുതൽ തന്നെ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സംവിധാനം വഴി കമ്പനികൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചു തുടങ്ങും. 5-ാം ദിവസവും കാലതാമസം തുടർന്നാൽ കമ്പനികൾക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകുന്നത് മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവെക്കും. ഇത് വീണ്ടും തുടർന്നാൽ കമ്പനികൾക്കുള്ള ശിക്ഷ കൂടുതൽ കടുക്കും. 6 മാസത്തിനുള്ളിൽ ഇതേ തെറ്റ് ആവർത്തിക്കുന്ന കമ്പനികൾക്ക് വലിയ സാമ്പത്തിക പിഴ ചുമത്തുകയും അവരെ ബിസിനസ് ക്ലാസിഫിക്കേഷൻ 3-ാം വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യും. 16 ദിവസത്തിന് മുകളിലും ശമ്പളം നൽകാതിരുന്നാൽ തൊഴിലാളികൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതേസമയം നിർമ്മാണം, ഗതാഗതം, സുരക്ഷ, ക്ലീനിംഗ്, റിക്രൂട്ട്മെന്റ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നതും 25-ൽ കൂടുതൽ ജോലിക്കാരുള്ളതുമായ കമ്പനികൾക്കെതിരെ ഈ ഘട്ടത്തിൽ കടുത്ത വിസ സസ്പെൻഷനുകൾ ഉണ്ടാകും. ശമ്പളം കൊടുക്കാത്ത കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും അധികാരമുണ്ടായിരിക്കും. ഈ പുതിയ നിയമം നടപ്പാക്കുന്നതിലൂടെ UAE-യിലെ ബാങ്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റ് മേഖലകളിൽ വലിയൊരു പരിവർത്തനമാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ മാസവും 1-ാം തീയതി തന്നെ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ഉറപ്പാക്കാൻ കമ്പനികൾ തങ്ങളുടെ പേറോൾ സംവിധാനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യേണ്ടി വരും. വേതന സംരക്ഷണ സംവിധാനം വഴി തത്സമയം നിരീക്ഷണം നടക്കുന്നതിനാൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും കൂടുതൽ വേഗത്തിൽ ശമ്പള കൈമാറ്റം സാധ്യമാകുന്ന പ്രത്യേക സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇത് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിനും കൃത്യസമയത്ത് ലോൺ EMI അടയ്ക്കുന്നതിനുമെല്ലാം വലിയ സഹായകമാകും. മാത്രമല്ല, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പുതിയ നിയമം തുടക്കത്തിൽ ചില സാമ്പത്തിക വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. ക്ലയന്റിൽ നിന്നുള്ള പേയ്മെന്റുകൾ വൈകിയാലും ജീവനക്കാരുടെ ശമ്പളം 1-ാം തീയതി തന്നെ നൽകേണ്ടി വരുന്നത് കമ്പനികളുടെ ക്യാഷ് ഫ്ലോയെ ബാധിച്ചേക്കാം. എന്നാൽ വിപണിയിൽ കൃത്യമായ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാനും ഉത്തരവാദിത്തമുള്ള ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ കടുത്ത നിലപാടിലൂടെ സാധിക്കുമെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ വരെ റദ്ദാക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കമ്പനികൾ അതീവ ജാഗ്രതയിലാണ്. പ്രവാസികളുടെ തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും UAE ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത തൊഴിൽ സൗഹൃദ രാജ്യമായി നിലനിർത്തുന്നതിലും ഈ പുതിയ ശമ്പള നിയമം ഒരു നാഴികക്കല്ലാണ്. ഇലക്ട്രോണിക് നിരീക്ഷണത്തിലൂടെയും ശക്തമായ പിഴകളിലൂടെയും നിയമം കർശനമായി നടപ്പാക്കാൻ പോകുന്നതോടെ ഇനി മുതൽ ഒരു പ്രവാസിയുടെയും അധ്വാനത്തിന്റെ ഫലം അനാവശ്യമായി വൈകില്ലെന്ന് UAE ഭരണകൂടം ഉറപ്പു നൽകുന്നുണ്ട്. ഈ മാറ്റം പ്രവാസി കുടുംബങ്ങൾക്ക് കൂടുതൽ സമാധാനവും സാമ്പത്തിക സ്ഥിരതയും സമ്മാനിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. UAE-യുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ നല്ലൊരു തീരുമാനമാണ്. നമുക്കറിയാം, ശമ്പളം പ്രതീക്ഷ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ദിവസം വൈകുമ്പോൾ അവരുടെ ദൈനംദിന കാര്യങ്ങളും മാസ ബജറ്റിനെയും ഒക്കെ ബാധിക്കും. അപ്പൊ ശമ്പളം കൃത്യമായി കിട്ടുന്നത് കണക്കുകൂട്ടി മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് UAE-യുടെ ഈ വിപ്ലവകരമായ തീരുമാനം വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല, നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഇതൊരു വലിയ താങ്ങുകൂടിയാണ്.
അവരുടെ പണം നാട്ടിലെത്തുന്നതും കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട്ടു ചെലവുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പ്രവാസിയുടെ പണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് പ്രവാസി പണം തന്നെയാണ്. കോടിക്കണക്കിന് രൂപയാണ് പ്രവാസി പണമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്.